Hi everyone, Assalamu alaikum. Hope you all are doing great. And നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് അബുദാബിയിലേക്ക് പോവാട്ടോ. അബുദാബിയിലാണ് ഇന്ത്യക്കാരുടെ സിസ്റ്റർ ഉള്ളത്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് അബുദാബി ഒന്ന് കറങ്ങണം. ഉപ്പയമ്മയും വന്നിട്ട് അബുദാബി നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ട്രിപ്ലെറ്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെയുള്ള വാച്ച് വാങ്ങാം കേട്ടോ. അപ്പം ഓരോ ആൾക്ക് ഒരു ടൈപ്പ് വാങ്ങിയിട്ട് കാര്യമില്ല, അവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ വേണം, അല്ലെങ്കിൽ നല്ല അടിയാവും കേട്ടോ. അപ്പോൾ അസബേബിക്കും ഒരെണ്ണം നമ്മൾ വാങ്ങി, അവനും ഭയങ്കര ഹാപ്പി ആട്ടോ. സോ നമ്മൾ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ഈ ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ സിസ്റ്ററിൻ്റെ മക്കളാട്ടോ. ഇവർ അസബേബിനേക്കാളും 6 months മൂത്തതാണ്. എല്ലാവരും ഒരേ ഏജ് ആട്ടോ. നല്ല രസമാണ് ഇവരുടെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നാട്ടിലായിരുന്നു, ഇപ്പോൾ ഇവിടെ സെറ്റിൽഡ് ആവാൻ പോവാട്ടോ. അപ്പോൾ എന്തായാലും ഉമ്മയും ഉപ്പയും സിസ്റ്ററും കുട്ടികളെല്ലാവരും കൂടിയിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ ഉമ്മയും ഉപ്പയും താഴെയുള്ള സിസ്റ്ററും കൂടിയിട്ടാണ് പോവുക. അവർ ഇവിടെ തന്നെ സെറ്റിൽ ആവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവരായിട്ട് ഉപ്പാക്കും അധികം ടൈം കിട്ടില്ല സ്റ്റേ ചെയ്യാനാക്കാനും. അപ്പോൾ എന്തായാലും അവരെ ആയിട്ട് പോയിട്ട് ഒരു ദിവസം നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പയമ്മയും കുറച്ച് ദിവസം കൂടി അവിടെ പോയി നിൽക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ വരുന്നത്. അപ്പോൾ ഇവരാണ് കേട്ടോ നമ്മളെ പോക്കിരികൾ. അപ്പോൾ ഇവരുടെ സന്തോഷം കണ്ടില്ലേ ഇവരെ കണ്ടതിന് ശേഷം. ഇവരുണ്ടായ അന്ന് മുതൽ തന്നെ ഉപ്പയും ഉമ്മയും ഇവരെ വീട്ടിൽ നിർത്തിയിട്ടാട്ടോ നോക്കിയിരുന്നത്. കാരണം ഇവരെ മാനേജ് ചെയ്യാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഇവരായിട്ട് നിന്നിട്ട് പിന്നെ കുറച്ച് ദിവസം ഒന്ന് വിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ഫീലാട്ടോ അവർക്ക്. അപ്പോൾ ഇവരെ കണ്ടതിനുള്ളൊരു സന്തോഷമാണ് എല്ലാവരും കാണിക്കുന്നത്. പിന്നെ അസുബേബിക്കും ഇവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അവനക്ക് കളിക്കാൻ ആരെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. ഇവരായിട്ട് നല്ല കളിയാണ്. കൂടുതലായിട്ടും ഇതിലുള്ള മോളായിട്ടാട്ടോ കളിക്കലൊക്കെ കൂടുതൽ. മറ്റൊരു രണ്ടാളും ഒരു സെറ്റാട്ടോ. അവർ രണ്ടാളും അവരുടേതായിട്ടുള്ള കളികളും കാര്യങ്ങളാണ്. ഇവള് കുറച്ചും കൂടി ഒരു മെച്ചോർഡായിട്ട ആള്. അപ്പോൾ ഇവളും അസുബേബിയും നല്ല സെറ്റാട്ടോ. അപ്പോൾ പിന്നെ ഇവർ 4 ആളും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയാണ്. വന്ന് കുറച്ചു നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അതിനുശേഷം പിന്നെ എല്ലാവർക്കും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ മുഷരിഫ് മാളുള്ളത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മുഷരിഫ് മാളിലേക്ക് വന്നതാണ്. മുഷരിഫ് മാളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ ലുലു ഉണ്ട് കേട്ടോ. അപ്പോൾ ലുലുവിൽ പോയിട്ട് കുറച്ച് പർച്ചേസിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാൻ നമ്മൾ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വലിയൊരു ട്യൂബിൽ പോലെയുള്ളൊരു അക്വേറിയം ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം കുട്ടികളെല്ലാവരും ഇതിൻ്റെ നിലയ്ക്ക് ഇങ്ങനെ നോക്കി നിന്ന്. പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ അങ്ങനെ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഷെയ്ഖ് സായിദ് മോസ്കിലേക്കാട്ടോ. അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് മോസ്ക് ആണ് UAE ഏറ്റവും വലിയ മോസ്ക് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമുക്ക് മിസ്സായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു പള്ളി. ഉപ്പാക്കും ഉമ്മാക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അതിനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കാണണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മളിതാ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണം. ഇവരുടെ റൂമിൽ നിന്ന് ആകെ ഒരു 8-10 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഈ അബുദാബി മോസ്കിലേക്കുള്ളത്. ഇവർ അബുദാബി സിറ്റിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ലാസ്റ്റ് ഒരു 6 വർഷം മുമ്പാട്ടോ. ഞാൻ എൻ്റെ മാരേജിൻ്റെ മുന്നെയാണ് ഈ ഒരു മോസ്ക് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ മോസ്കിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകെ ഫുൾ ചേഞ്ച് ആയ പോലെ ആട്ടോ തോന്നിയത്. കാരണം അതിന് ശേഷം പിന്നെ 6 വർഷത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇപ്പോൾ ഇതിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു മോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്ന് പോയി ഒരു 30 മിനിറ്റോളം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മോസ്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്. പിന്നെ അതാ ഇവിടെ മോസ്കിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യുമ്പോഴുള്ള ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എൻട്രൻസിൻ്റെ എൻഡ് ആവുമ്പോൾ ഇവിടെ അവർ നോട്ട് ചെയ്യാൻ ആൾക്കാർ നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ
ഹെഡ് ഫുള്ള് കവർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഫുൾ കവർ ചെയ്യണ ഡ്രസ്സ് ഏത് ടൈപ്പ് ഡ്രസ്സായാലും കുഴപ്പമില്ല, പക്ഷെ ഫുൾ കവറായിരിക്കണം. അങ്ങനെയുള്ള റൂൾസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ അവിടെ പോകുമ്പോൾ ഈ ഒരു ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ മിനിയേച്ചർ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്താൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒറ്റ സൈറ്റിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു പള്ളിയുടെ മോഡൽ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയാട്ടോ അത്. ഇതിൻ്റെ ഒരു കളർ തീമാണ് രസം, വൈറ്റ് ആൻഡ് ഗോൾഡൻ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു എൻട്രൻസ് പാസിൻ്റെ കാര്യം നമ്മൾ അറിയുന്നത്. ഇത് മൊബൈൽ ആപ്പ് വഴി ഈ ഒരു ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ്സ് എടുക്കാൻ പറ്റും. ഇത് ടോട്ടലി ഫ്രീ ആണ്, പക്ഷേ ഇത് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. എടുത്ത് ഇത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുകയുള്ളവർ. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഈ ഒരു മോസ്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പല പല സ്റ്റേജസിലായിട്ടുള്ള ഫോട്ടോസൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫൈനലി നമ്മൾ മോസ്കിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഉൾഭാഗമല്ല, പുറം ഭാഗമാണ്. നമ്മൾ നേരെ മോളിൻ്റെ ഉള്ളിൽ നിന്ന് കടക്കുന്നത് ഈ ഒരു മോസ്കിൻ്റെ ഈ ഒരു പുറത്തേക്കാണ്. അങ്ങനെ ഒരു റൂട്ടാട്ടോ അവർ ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതാ നമ്മളിവിടെ വന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ കുട്ടി ബോയ്സ് എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്തിയാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഉമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ്. ഇവർക്ക് രണ്ടാൾക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അസുബേബിക്കും കൂടി എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇവർക്ക് 3 ആൾക്കും ഇതുപോലെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവരെ 3 പേരെയും ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒന്നും നടക്കുന്ന കാര്യമില്ല കേട്ടോ. ഇവർ ഫുൾ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ അത് പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു പ്രായവും ഇവർക്ക് ആയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് കിട്ടലൊക്കെ ഭയങ്കര കുറവാണ്. എന്നാലും ഞങ്ങൾ കുറേ പിന്നാലെ നടന്ന് കുറേ കഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. നല്ല ഭംഗിയുള്ള വ്യൂ ആട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാനുള്ളതൊക്കെ. ഈ ഒരു പള്ളിയുടെ വലിപ്പം, ഈ ഒരു പള്ളിയുടെ കളറ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാനും. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ അബുദാബിയിൽ വരുന്നവർ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ ഈ ഒരു പള്ളി എന്ന് വരുന്നത്. ടോട്ടലി 82ഓളം ഡോമുകളാട്ടോ ഈ ഒരു പള്ളിയിൽ ചെറുതും വലുതുമായിട്ടുള്ളത്. 1996 മുതൽ 2007 വരെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 13 വർഷത്തോളം ടൈം എടുത്തിട്ടാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. UAE ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ പേരിലാണ് ഈ ഒരു മോസ്ക് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് സായിദ് മോസ്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോസ്ക് പറയുന്നത് കേട്ടോ. പക്ഷേ 2007 ഈ മോസ്കിൻ്റെ പണി തീരുന്നതിന് മുന്നേ തന്നെ 2004 അദ്ദേഹം മരണപ്പെടുന്നത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ വരുന്നത്. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഇവർ കറക്റ്റ് ഡയറക്ഷനിൽ നമുക്ക് റൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റൂട്ടിലൂടെ മാത്രമായിട്ട് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലായിട്ട് ഉള്ള മജ്‌ലിസുകളിലും ഒന്നും നമുക്ക് എൻട്രൻസ് ഇല്ല. പിന്നെ ഇതിനുള്ളിലുള്ള ഈ ഒരു കാർപ്പറ്റ് എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് കാർപ്പറ്റ് ആണ് കേട്ടോ. ഇത് ഇറാനിലാണ് ഉണ്ടാക്കിയത്. ഇതിന് ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഷാൻലിയർ വേൾഡ്സ് ലാർജസ്റ്റ് 3rd ഷാൻലിയർ ആണ് ഈ ഒരു ഷാൻലിയർ. ഒരുപാട് സറോസ്കി ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷാൻലിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വോൾസിലായിട്ട് 99 നെയിംസ് ഓഫ് അള്ളാ ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു സൈഡിൽ നിന്നിട്ട് നോക്കി കാണാൻ മാത്രമായിട്ട് പറ്റും. മാഷാ അല്ലാ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ തന്നെ കേട്ടോ ഈ ഒരു മജ്‌ലിസിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഫുള്ള് നമ്മൾ ഈ ഒരു കുട്ടീസിൻ്റെ പിന്നാലെ ഇരുന്ന് കേട്ടോ. ഇവരുടെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ എഫേർട്സാണ് ഈ കാണുന്നത്. ഒരാളെ പിടിച്ചു കൊടുന്ന് നിർത്തും, പിന്നെ അടുത്ത ആളെ കൊണ്ടുവരും, 3ാമത്തെ ആളെ കൊണ്ടുവരുമ്പോഴത്തേനും ആദ്യത്തെ ആൾ പോയിട്ടുണ്ടാവും. ഇതായിരുന്നു ഇവരുടെ ഒരു സ്ഥിതി. അങ്ങനെ ഒരു ഫോട്ടോ പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം. വീഡിയോസിൽ മാത്രം ഇങ്ങനെ കാണാൻ പറ്റും, പക്ഷെ ഫോട്ടോസ് ആയിട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇവരെ പിന്നാലെ പിടിക്കൽ ഇതൊക്കെ തന്നെയായിരുന്നു പണി.
അങ്ങനെ നമ്മളൊരു രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആവുന്ന ടൈമിലാട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. രാത്രിയിലും ഈ ഒരു പള്ളിയുടെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ വീഡിയോസിലൊന്നും അത്ര ക്ലിയർ ഇല്ല. പിന്നെ അതാ ഉമ്മ 2 കൈയിലും 2 ആൾക്കാരെയും പിടിച്ചിട്ടാട്ടോ നടക്കുന്നത്. കാരണം ഒരാളെ കൈവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റാളെ കാണാണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തിരുന്നു. ഇവർക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണല്ലോ. പിന്നെ നമ്മൾ ഇന്ന് അബുദാബിയിൽ നിന്ന് നേരെ തിരിക്കാട്ടോ വീട്ടിലേക്ക്. നമ്മൾ വീട്ടിൽ ദുബായിലേക്ക് പോരുകയാണ്. ഒരു ദിവസമാണ് ഇവരുടെ കൂടെ നിന്നതെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ, കുട്ടികളെല്ലാവരും കൂടിയിട്ട്. ഇൻഷാ അല്ലാ ഇനിയും ഉപ്പയും ഉമ്മയും ഒക്കെ ഇവരായിട്ട് നിൽക്കാൻ വേണ്ടി വരും. നമുക്ക് പിന്നെ ഇവരിവിടെ തന്നെ സെറ്റിൽ ആവണോണ്ട് കുഴപ്പമില്ലല്ലോ, ഇനിയും കാണാൻ പറ്റും എന്നുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ തിരിച്ചിട്ടുള്ള റിട്ടേൺ വീണ്ടും നമ്മൾ ഈ 30 മിനിറ്റോളം ഇതിൻ്റെ മാളിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നിട്ട് തന്നെ വേണം കേട്ടോ പുറത്തേക്കുള്ള എക്സിറ്റ് വരാൻ വേണ്ടിയിട്ട്. കുട്ടികളെ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആട്ടോ. കാരണം അവർ ഇത്രയും നേരം ഒരുമിച്ച് നടന്നും കളിച്ചിട്ടൊക്കെ ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് അസനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. അവൻ അവരുടെ കൂടെ തന്നെ പോയിട്ട് കാറിലൊക്കെ കയറിയിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പിടിച്ച് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഈ ഒരു അബുദാബി ട്രിപ്പിൻ്റെ വ്ളോഗ് വരുന്നത്. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.